സോ ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ P4O10 plus H2O gives H3PO4. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ടൻറ്റ് സൈഡിൽ എത്ര ഫോസ്ഫറസ് ഉണ്ട്? 4. പക്ഷേ നമുക്ക് എവിടെ പ്രോഡക്റ്റ് സൈഡിൽ ഒറ്റ ഒരെണ്ണുള്ളൂ. അപ്പൊ നമ്മൾ നോർമലി ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പം ഫോസ്ഫറസ് എന്തായിട്ടുണ്ട്? 1 × 4 ആകുമ്പോൾ 4 ഫോസ്ഫറസ്. രണ്ട് സൈഡും ഫോസ്ഫറസിന്റെ എണ്ണം എന്തായി? ബാലൻസ് ആയി. ഇനി നമുക്ക് ഇനി ഓക്സിജൻ എത്ര വരുന്നുണ്ട്? 10. ഇവിടെ നോക്കാം എത്രണ്ണം വന്നു? 4 × 4 ആകുമ്പോൾ 16 ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ വരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ എത്ര എണ്ണേ വരുന്നുള്ളൂ? 10 എണ്ണേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ നമ്മളിപ്പോ ഫോസ്ഫറസിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു റിയാക്ടന്റിലേക്ക് നമുക്ക് ഇനി അടുത്തൊരു നമ്പർ എന്ത് ചെയ്യണ്ട? ഇട്ട് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ ഇനി ബാലൻസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? വാട്ടറിന്റെ ആ ഒരു ഫോർമുലയിലാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം എത്ര എണ്ണം ഉണ്ട്? 16 ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിലുണ്ട്. പക്ഷെ എത്ര എണ്ണേ ഉള്ളൂ? 10ഉം 1ഉം 11 എണ്ണമാണ് ഉള്ളത്. ഇനി നമുക്ക് പിന്നെ എന്ത് നോക്കണം? ഹൈഡ്രജൻ എത്രയായി? 4 × 3 12 എണ്ണം ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? നമുക്ക് 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 6 കൊണ്ട്. ഓക്കെ, അപ്പം 6 × 2 ആകുമ്പോൾ എത്ര ആവും? 12. പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ട്? 4 × 3 12. ഇനി ഓക്സിജൻ എണ്ണം ഒന്ന് എടുത്താലോ? 10 + 6 16. ഇനി 4 + 4 16. ഇക്വേഷൻ എന്തായിട്ടുണ്ട്? ബാലൻസ് ചെയ്യണം.